ചേട്ടാ ഇതിന്റെ പ്ലസ് എപ്പിസോഡ് ഒന്ന് റിയാക്ട് ചെയ്യണേ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 96ന്റെ പ്ലസ് എപ്പിസോഡ് നമുക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? 5 ദിവസം വൈകിട്ട് 3:10 പ്ലസ് എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ശരണ്യയും ശ്രീതുവും കൂടിയുള്ള ഒരു സംസാരത്തിൽ നിന്നാണ്. നമ്മുടെ ലൈഫിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ നീയാ. അങ്ങനെയൊന്നും എടുക്കാൻ പറ്റൂല, ഞാൻ സമ്മതിക്കൂല. ലൈഫ് കംപ്ലീറ്റ് ആവുന്നവരെ യു വിൽ ബി ദേർ വിത്ത് മീ. ഞാനും എന്റെ ലൈഫിലേക്ക് എടുത്തു. അത് ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്ത കാര്യം. അയ്യോ ശരണ്യ, ഞാനും ഫിക്സ് ചെയ്ത്. എനിക്ക് കിട്ടിയ ഒരു അസറ്റില് ശ്രീതു അസറ്റ് തന്നെ അല്ല, അസറ്റ് തന്നെ. ഹാപ്പി ആണോ മമ്മി? ഏത് മമ്മിയാ? യു മീൻ ശ്രീതുന്റെ മമ്മി? ഓ മമ്മി சொல்ல முடியல. എന്തിത്ര ചോദിക്കാൻ? ഹാപ്പി അല്ല എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ? യെസ് ഓർ നോ ഓർ മേ ബി. ഓക്കേ മേ ബി ഹാപ്പി ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോടെ ഹാപ്പി അല്ലാന്ന്. ശരണ്യ നൈസായിട്ട് ശ്രീതുന്റെ മനസ്സിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കണ്ട മമ്മി അന്നേ പറഞ്ഞതല്ലേ, കേട്ടില്ലല്ലോ? പോട്ടെ ശ്രീതു, സാരില്ല, വിഷമിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. കെട്ടിട്ട് വരും. എടാ അവളെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് പോയേ നിങ്ങളെല്ലാവരും. ആ പൂച്ചയ്ക്ക് മണി കെട്ടില്ലേ, പട്ടിക്ക് മണി കെട്ടട്ടെ. കെട്ടട്ടെ ചുമന്ന്. ശരണ്യ ജാതി ടൈം താ. ശരണ്യ ചേച്ചി, ഞാൻ നിങ്ങളെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ഐ എം സോറി അളിയ. അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പിന്നെ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോ കാണിക്കലായിരുന്നു. വാക്ക് തർക്കങ്ങളുടെയും സംഘർഷങ്ങളുടെയും ബിഗ് ബോസ് സീസൺ 6 ഉണ്ടായിട്ടുള്ള എല്ലാ വാക്ക് തർക്കങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഒരു റിമിക്സ് അല്ല മാഷപ്പ്. സ്വാതന്ത്ര്യം അവസാനിക്കുന്നത് ഇത് കോമഡി ആയിരിക്കും. അടുപ്പിലെ സിഗരറ്റ് വെച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ആവണത്. അതന്നെ എനിക്ക് അപ്സര നിന്നോടും പറയാനുള്ള, ഓവർ ആവരുത്. ഓ മാസ് 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 മാസ്. ജാസ്മിന്റെ ചിരി നോക്ക്. സ്വന്തമായിട്ട് തന്നെ ഇവിടെ ഒരു ഗെയിം മറന്നു അല്ല കളിച്ച ഇവിടുത്തെ ഏക പ്ലെയർ ജാസ്മിൻ ആണ്. ഗെയിം മറന്ന് ശരിക്കും കളിച്ചതാരാന്നറിയോ? ആഹാ, ഒഴിച്ചുകൂടാനാവാൻ പറ്റാത്ത സാധനം, ജിൻഡോന്റെ ചായ. അതുക്ക് മേലെയാണ് നമ്മുടെ ജാനുവിന്റെ സൈറ്റുകൾ. ജാനുത് കാണുമ്പോ തന്നെ ഞാൻ വിളിച്ചിരിക്കട്ടെ. ഇവിടെ എല്ലാ കാര്യത്തിലും അവിടെ മൂലക്ക് ഇവിടെ പോയി ടോപ്പ് 6 അർജുന ഞാനൊന്ന് കണ്ടു. ഇടപെടേണ്ട ആവശ്യമില്ല. ബിസിനസ് ക്ലാസ് യാത്ര എന്ന് പറഞ്ഞപ്പോ എന്റെ ജാനു തലയിൽ തുണിയിട്ട്. എന്തുവാ ജാസ്മിൻ എക്സ്പ്രഷൻ? സത്യം പറഞ്ഞ സീസൺ 6 ഏറ്റവും നല്ല കണ്ടന്റ് ക്രിയേറ്റർ ജാനു ആയിരുന്നു. നമ്മുടെ ശാന്തൻ സായി ആകെ ഒച്ച വെച്ച സ്ഥലം അത്. യോ ഉണ്ണിക്കണ്ണ സാല എന്താ നോക്ക് സുരേഷന്റെ പവർ. ജാസ്മിൻ അയ്യേ, എന്തുവാ ഞാൻ ഈ കണ്ടത്? ഇത്ര വൃത്തികേടായിരുന്നു ഞാൻ. അവിടെ ഞാൻ ആ ജിൻഡോനെ നിങ്ങളെ ചാടി അടിച്ചടാ. എന്തുവാടാ ഞാൻ കാണിച്ചു കൂട്ടിയെന്നൊക്കെ അപ്പൊ അവരവിടെ എന്തോ സിനിമ പേര് ആക്ട് ചെയ്ത് കാണിക്കാം. ഇപ്പുറത്ത് ശ്രീധുവിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന രശ്മിൻ. നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നീ ഇവിടെ മൈൻഡ് ആക്കണ്ട ശ്രീധു, വെറുതെ ഇരുന്ന് തള്ളും. തോറ്റവര് പലതും പറയും, നമ്മൾ മൈൻഡ് ആക്കരുത്. ആ കോൺഫിഡൻസ് ഒട്ടും വിടരുത്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സ്വന്തം മമ്മി പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അപ്പോഴാണെങ്കിൽ രശ്മി പറയുമ്പോ അവള് കേൾക്കാൻ പോണെ. മനസ്സിലായില്ലേ? ഇന്ന് എവിക്റ്റായപ്പോ മനസ്സിലായല്ലോ സംഭവങ്ങളൊക്കെ. ഓ ഇന്നത്തെ വീഡിയോ എന്ത് സൂപ്പർ ആയിരുന്നു. ജാസ്മിൻ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, ഞാൻ ഇത്ര വൃത്തിയായിട്ട സ്വഭാവം വരുന്നത്. എന്താ എന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങള്? നമ്മളത് ഇളകി ഞാൻ ജാസ്മിൻ എന്നെ സ്വയം തിരിച്ചറിവാ. ജാസ്മിൻ പറയാ സത്യം പറഞ്ഞ അഹങ്കാരി എന്ന് പറഞ്ഞ എന്റെ പൊന്നെ. അങ്ങനെയൊക്കെ കൊച്ചാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പക്ക അഹങ്കാരി. എന്താ അഹങ്കാരിയാണല്ലേ? കാണുന്നവൻ എനിക്ക് തന്നെ തോന്നി ഞാൻ അഹങ്കാരിയാന്ന്. പ്രേക്ഷകർക്ക് തോന്നണ്ടിരിക്കോ? പാവടാ.
മേടിച്ചിട്ടുണ്ട് അതെ. ജാസ്മിൻ ഒരു പക്ഷേ ഒരു 50 ദിവസമായപ്പോ ഈ ഒരു മാഷപ്പ് കാണിച്ചെങ്കിൽ ജാസ്മിൻ ഇത്രയും കൂടി ഡീസെന്റ് ആയതെന്നാണ് ജാസ്മിന്റെ മനസ്സിൽ. നീ വന്നപ്പോ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ജാസ്മിൻ ഗബ്രി സംസാരത്തിലേക്ക് നമുക്കൊന്ന് പോവാം. നിനക്ക് പുറത്തിറങ്ങുന്ന കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഗബ്രി ജാസ്മിനോട് പറയാണ്, ജാസ്മിനെ നിനക്ക് പുറത്തിറങ്ങുന്ന കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, കുറച്ചൊക്കെ അറിയാമെന്ന് ഫോണൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ. പറയാ നീ വെച്ചോണ്ട് നടക്കുന്ന ആൾക്കാരില്ലേ, അവരെന്തൊക്കെയാന്നുള്ളത് നിനക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും. നീ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പലവരും നിന്നെ പുറകിന്ന് കുത്തണ്ടെന്ന് നിനക്ക് മനസ്സിലാവും. രശ്മിനെയാണോ ആ ഉദ്ദേശിച്ചത്? പക്ഷെ ഇതിനകത്ത് അവന്റെ കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു. ഞാൻ പൊതുവെ കുറെ അപ്പൊ ഗബ്രി പറയും, അഭിഷേകിനൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിനക്ക് മനസ്സിലാവും. ശരണ്യം അർജുൻ എന്തോ സംസാരിക്കണ്ടാ. ഫ്രണ്ടാണല്ലോ അല്ലേ? ശരണ്യ ഫ്രണ്ട് ആണല്ലോ അല്ലേ? ശരണ്യയുടെ ആക്കിച്ചിരി അതാണ്. അർജുൻ പറയാണ്, ശ്രീതു അല്ലേ ഫ്രണ്ടാണ്, എന്താ സംശയം? ശരണ്യ നീ ചുമ്മാ അപവാദം പറഞ്ഞുണ്ടാക്കല്ലേട്ടാ. ശ്രീതും അർജുനും നല്ല ഫ്രണ്ട്സ് ആണ്, അത്രേ ഉള്ളൂ, വേറെ ഒരു സംശയമില്ല. അത് അവിടെ ക്ലോസ് ചെയ്തേ. എനിക്ക് കുഴപ്പമില്ല. എന്റെ പൊന്ന് ശരണ്യ, ബിഗ് ബോസ് ഹൗസിൽ നിന്നപ്പോ ഈ ഒരു ഗെയിം ആയിരുന്നു ഞങ്ങക്ക് വേണ്ടത്. ഇവിടെ പ്രശ്നമില്ലാത്തവരാരും ഇല്ല. പ്രശ്നമില്ലാത്തവരാരില്ല എന്ന് എനിക്ക് അറിയാം. ഞാനന്ന് സ്ട്രിക്ട്ലി അങ്ങ് നിന്നെ ഇതാക്കിയാ മതിയായിരുന്നു. എന്താക്കാൻ ഞാൻ അന്ന് അകറ്റിയാ മതിയായിരുന്നു. മൈ മിസ്റ്റേക്ക്. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല. ജന്മന്ന് ഞാൻ നേരെ പറഞ്ഞില്ല, തിരിച്ചെടുത്തൊക്കെ. ശ്രീതു അർജുനെ കുറ്റം പറഞ്ഞിറങ്ങിപ്പോയതിൽ കുറ്റം പറയാൻ പറ്റൂല. വോട്ട് ചെയ്തതിനകത്ത് അഭിഷേകിനായിരുന്നു കൂടുതൽ. ഗബ്രിയും ജാസ്മിനും പുറത്തിരുന്ന് ഓരോ ടാസ്കിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ ഒരാൾ കിടന്നുറങ്ങണമെങ്കിൽ ഇത് ആരും ഈ പട്ടീനെ ഇവിടെ കണ്ടു, ഇത് ശ്രീതുവിന്റെ പട്ടിയല്ലേ? മെജോറിറ്റി അഭിഷേകിനാ പോയത്. പക്ഷെ അതെങ്ങനെ വന്നു നീ സ്വന്തമാക്കിയാ രശ്മിനെ? നിന്റെ ഉദ്ദേശം എന്നിട്ടെന്നൊക്കെ എനിക്ക് അറിയാം. അന്ന് TTF കഴിഞ്ഞായിരുന്നാ? ഗബ്രി ജാസ്മിനോട് ചോദിക്കാം, ആ മറ്റേ റാങ്ക് കൊടുക്കുന്ന ടാസ്ക് TTF കഴിഞ്ഞിട്ടായിരുന്ന? ജാസ്മിൻ TTF എന്നിട്ട് സാധനം ടിക്കറ്റ് ഫിനാലെ. ടിക്കറ്റ് ഫിനാലെ. ഓ അതാ അല്ല, അതിന് മുമ്പായിരുന്നു. കൊച്ചു കള്ളി. വിഷയം തന്നെ മാത്തമാറ്റിക്സ്. എവിടുന്ന് ഒരു കുതിര? ജാസ്മിൻ ആയിരുന്ന? നാല് അമ്പിള്ളേരും ശരിക്കും പറയൂ. ജാസ്മിൻ ബി ലൈക്ക്, ടോപ്പ് 5 4 ആൺപിള്ളേരും ഞാൻ ഒറ്റയ്ക്കും. ജാസ്മിൻ ഷൂവിനെ കൊണ്ട് ഞാൻ തോറ്റി. നീ മാത്രമാണ് പെൺകൊച്ചുള്ളൂ അല്ലേ? ഞാൻ എവിടെയും കുറച്ച് സന്തോഷിച്ച് ജീവിച്ചിരിക്കുന്നു. ഗബ്രിയുടെ അടുത്തേക്ക് ആയിരിക്കില്ല ഒറ്റയ്ക്ക് ഇരിക്കാൻ പോകുന്നത്. അഭിമാനിക്ക് അഭിമാനിക്ക് നീ ടോപ്പ് 5 എത്തി. അവിടെ പണിക്ക് പോട്ടറ, നിനക്ക് കപ്പ് പോരെ. എപ്പിസോഡ് ബിഗ് ബോസ് പറഞ്ഞു 6 പേര് 6 ദിവസം. ആ അങ്ങനെ പറഞ്ഞില്ല അർജുനെ? അതാണ് അവർ ഇടയ്ക്ക് വെച്ചെന്ന് ഈ പ്ലാൻ മാറ്റി ടോപ്പ് 5 ആക്കിയേ. ബിക്കോസ് ദി ഷോ ഈസ് അൺപ്രഡിക്റ്റബിൾ എന്ന് അവർ പറയും. ആൾക്കാരെ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവള് പോയ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ള. പറച്ചു പോയി. ഒരു കോണത്തും വീഴുന്നില്ല താഴെ. എന്റെ ആണ് വീഴണില്ല. അവര് തന്നെ അവരുടെ കുഴി തോണ്ടിയതാണ്. ആരാ കുഴി തോണ്ടിയത്? അർജുനാണ് ഈ സീസണിൽ ഏറ്റവും ലക്കി. അസിയ 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 അവള് നല്ലതായിട്ട് കണക്ട് ആവുന്നുണ്ട്. കണക്ട് ആയാ? എനിക്ക് കണക്ട് ആയി. ഒക്കെ പറ്റുന്ന ഒരു നല്ല കുട്ടിയാണ്. അതാണ് ശരണ്യ, നല്ല കുട്ടിയാണ്. അധികം ടൈമും കിട്ടിയില്ല അവളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ. നന്നായി അത് സ്പെൻഡ് ആക്കാൻ പറ്റാഞ്ഞത്. 95-ാം ദിവസം ആരടാ പുലർച്ചെ 1:30 എനിക്കിരിക്കുന്ന ഋഷിയും ജിൻഡോയും. ഇപ്പൊ സംഭവിച്ച വിഷൻ എനിക്ക് നല്ലതാ. ശ്രീതു ഔട്ടായത് ജിൻഡോന് നല്ലതാണ്. ആര് പറഞ്ഞ് അർജുന് നല്ലത്? ഒരാൾ പോയിട്ട് വേറെ ആള് ജയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു സീസണിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നാ? ഇതിനു മുമ്പ് ഒരു സീസണിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഓ ദിൽഷ റോബിൻ, ദിൽഷയ്ക്ക് കപ്പ് കിട്ടിയതാണ് പറയണേ. അത് ജനം വിട്ടുകൊടുക്കില്ല. ഉറപ്പായിട്ടും ജനം അർജുനോട്ട് ചെയ്യും. അത് ജനം ചിന്തിക്കുന്നു, ആ സിറ്റുവേഷനിലേക്ക് എത്തിക്കില്ല. ഈ സീസൺ ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആണ്. ആരായിരിക്കും വിന്നർ? ജാസ്മിൻ, അർജുൻ ഓർ ജിൻഡോ? ഇത്ര നാളെ കളിച്ച ആൾക്കാർക്ക് മണ്ടവന്മാരാ. സത്യം. ജാസ്മിൻ, അർജുൻ, ജിൻഡോ, അഭിഷേക് ഓർ ഋഷി, ഹു വിൽ വിൻ? കമന്റ് യുവർ ഒപ്പീനിയൻ. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ പ്ലസ് എപ്പിസോഡിൽ ഉണ്ടായത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ